Welcome back, my dear students. Myself, Lakshmi Arna, working as Associate Professor, Department of EEE, SNIT Adur. Today, we are going to take the fifth revision session of Digital Electronics and Logic Design. This revision covers Module 1 portions. So, in this session, we are going to cover this portion, XS3. XS3 codes, its conversion, how we can convert BCD to XS3, similarly how we can convert XS3 to BCD, like that we will discuss in this session. So, the objective of this session is to familiarize different types of codes, BCD to XS3 and XS3 to BCD conversions are discussing in this topic. In the previous session also we have discussed about different codes and its conversions, different number systems, its conversions, etc. So actually this XS3 code, it is a non-weighted code and it is derived from BCD. BCD means binary coded decimal. It is derived from BCD. It is a self-complementary BCD code and it is a numerical system which has biased representation. ആക്ച്വലി ഈ XS3 കോഡ് എന്ന് പറഞ്ഞാൽ അത് ഡിറൈവ് ചെയ്തേക്കുന്നത് BCD കോഡിൽ നിന്നാണ്. നമുക്കറിയാം BCD കോഡ് എന്ന് പറഞ്ഞാൽ 0 to 9, 0 തൊട്ട് 9 വരെയുള്ള ബൈനറി നമ്പേഴ്സിനെയാണ് BCD എന്ന് പറയുന്നത്. 0 തൊട്ട് 9 വരെയുള്ള ബൈനറി നമ്പേഴ്സിൽ നിന്നാണ് ഈ XS3 കോഡിനെ ഡിറൈവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആസ് ദ നെയിം സജസ്റ്റ് XS3 കോഡ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് 3 ടു ദ BCD കോഡ്. അപ്പോൾ ഒരു BCD കോഡ് ഉണ്ട്. ആ BCD കോഡിനെ XS3 കോഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ 3 ആഡ് ചെയ്താൽ മതി. അതാണ് XS3 എന്നുള്ള പേര് വന്നിരിക്കുന്നത്. സോ ഒരു ഡെസിമൽ നമ്പർ ഉണ്ടെങ്കിൽ ഇനിഷ്യലി നമ്മൾ അതിനെ ഒരു BCD കോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. BCD കോഡായി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് XS3 കോഡായി. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട് 1 എന്നുള്ള നമ്പർ, അതിൻ്റെ BCD എന്ന് പറയുന്നത് 0001. അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്യുക 0011. 3 ആഡ് ചെയ്യുമ്പോൾ 4, 1 + 3 എന്ന് പറഞ്ഞാൽ 4 ആണ്, 0100. അതുപോലെ 5 എന്നുള്ളൊരു നമ്പർ, 5 എന്ന് പറഞ്ഞാൽ 0101. അതിൻ്റെ XS3 കോഡ് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്യണം 0011. 3 ആഡ് ചെയ്യുമ്പോൾ 5 + 3 എന്ന് പറഞ്ഞാൽ 8 ആണ്, 1001. അപ്പോൾ 8 ആയിരിക്കും അവിടെ XS3 കോഡായിട്ട് കാണിക്കുന്നത്. ഈ എക്സാമ്പിൾ കാണിക്കുന്നത് 2 XS3 കോഡ്സ് എങ്ങനെ ആഡ് ചെയ്യാം എന്നാണ്. 1 + 5 ആണ് ഇവിടെ പെർഫോം ചെയ്തിരിക്കുന്നത്. 1ൻ്റെ XS3 കോഡ് നമ്മൾ കണ്ടുപിടിച്ചു, അതുപോലെ 5ൻ്റെ XS3 കോഡും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അത് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പം ഇതാണ് XS3 കോഡ് ഫോർ 1, ഇതാണ് XS3 കോഡ് ഫോർ 5. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1100. 1100 എന്ന് പറഞ്ഞാൽ XS6 കോഡായിരിക്കും. കാരണം ഇവിടെ XS3 ഉണ്ട്, ഇവിടെ XS3 ഉണ്ട്. അപ്പോൾ ഈ 3 + 3 എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ ആൻസറിൽ XS ആയിട്ട് 6 കാണും. അപ്പം ആൻസറിൻ്റെ XS3 കോഡ് കിട്ടാൻ വേണ്ടി അതിൽ നിന്നും 3 നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. 3 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറിൻ്റെ XS3 കോഡ് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. സോ ഒരു ഡെസിമൽ നമ്പർ ഉണ്ടെങ്കിൽ ഇനിഷ്യലി ആ ഡെസിമൽ നമ്പറിനെ BCD കോഡായിട്ട് കൺവേർട്ട് ചെയ്യുക. ആ BCD കോഡിൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് XS3 കോഡായി. അപ്പോൾ 1ൻ്റെ BCD എന്ന് പറഞ്ഞാൽ 0001 + 3 ചെയ്യുമ്പോൾ 4 ആവും, 0100. അപ്പം 8ൻ്റെത് 1000. അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 1011. അതുപോലെ 9ൻ്റേത് 1100. അങ്ങനെ നമുക്ക് BCD കോഡ്സിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഈ BCD XS3 കോഡ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നമുക്ക് കാണാം
0 1 1 1. ഇവിടെ വരുമ്പോൾ 0യ്ക്ക് പകരം 1, ഈ 1-നെല്ലാം പകരം 0. അതായത് ഇവിടെ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ 0 1 1 0. ഇവിടെ 1 0 0 1 അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു മിറർ ഇമേജ് പോലെയാണ് ഇതിലെ കോഡ്സിനെ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് കോംപ്ലിമെൻറ്റ്സ് ആണ്. ഒരു ഫസ്റ്റ് ഹാഫിലുള്ളതിൻ്റെ കോംപ്ലിമെൻറ്റ്സ് ആയിരിക്കും സെക്കൻഡ് ഹാഫിൽ. അത് BCD കോഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി XS3 കോഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി XS3 കോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് BCD കോഡ്, ഇതാണ് XS3 കോഡ്. 9 വരെ BCD കോഡുള്ളൂ. 9ൻ്റെ XS3 എന്ന് പറഞ്ഞാൽ 1100. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 6 ഇൻവാലിഡ് സ്റ്റേറ്റ്സ് ഉണ്ട്. അതായത് 10 തൊട്ട് 15 വരെ. അപ്പോൾ 10 തൊട്ട് 15 വരെ ഇൻവാലിഡ് നമ്പേഴ്സ് ഉണ്ട് BCDയിൽ. XS3ലോ 0 1 2 ആ നമ്പേഴ്സ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം 0 + 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 വെച്ചേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. 3ക്ക് മുമ്പുള്ള നമ്പേഴ്സ് എല്ലാം ഇൻവാലിഡ് ആണ്. 0യും 1ഉം 2ഉം ഇൻവാലിഡ് ആണ്. അതുപോലെ 1 1 0 0 കഴിഞ്ഞിട്ട് 15 വരെയുള്ള നമ്പേഴ്സ് ഇൻവാലിഡ് ആണ്. 1 1 0 1 1 1 1 0 1 1 1 1 ഇത്രയും നമ്പേഴ്സും ഇൻവാലിഡ് ആണ്. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് XS3യിൽ ഇൻവാലിഡ് നമ്പേഴ്സ് ആണ്. ഇനി XS3യെ നമുക്ക് എങ്ങനെ BCD ആയിട്ട് കൺവേർട്ട് ചെയ്യാം? XS3യെ BCD ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 3 സബ്ട്രാക്ട് ചെയ്താൽ മതി. 0യിൽ നിന്നും 3 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല, 1ൽ നിന്നും പറ്റില്ല, 2ൽ നിന്നും പറ്റില്ല. അപ്പോൾ ഇത്രയും നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കൺവേർഷൻ പറ്റില്ല. 3 ആവുമ്പോൾ 3യിൽ നിന്നും 3 സബ്ട്രാക്ട് ചെയ്താൽ 0. അപ്പോൾ XS3 കോഡ് 3 0 0 1 1ൻ്റെ കറസ്പോണ്ടിങ് BCD എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. 0 0 0 0. അതുപോലെ 4 0 1 0 0 അതിൽ നിന്നും 3 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 1 കിട്ടും. 0 0 0 1 ആയിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള BCD കോഡ്. അതുപോലെ നമുക്ക് ഓരോ XS3 കോഡിൽ നിന്നും 3 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള BCD കോഡ് കിട്ടുന്നതായിരിക്കും. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് XS3 കോഡ്സിനെ പറ്റിയാണ്. ഈ XS3 കോഡ്സ് BCD കോഡിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. BCD കോഡിൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ XS3 കോഡ് നമുക്ക് കിട്ടുന്നതാണ്. സോ ഇവിടെ അസൈൻമെൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. കൺവേർട്ട് BCD നമ്പർ 1000 to XS3 കോഡ്. For further queries, please contact me. My mail ID is lakshmi@snit@gmail.com. For further reference, please go through Fundamentals of Digital Electronics by A. Anand Kumar. Hope you all understood the topic XS3 codes. We will see you in next session. Thank you.